ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. ഹോംലി കുക്കിൽ നിന്ന് തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ കറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതാണ് കറിയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും ബോണോട് കൂടി ചിക്കൻ എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് നെയ്യൊക്കെ ഉള്ള പീസ് നോക്കി എടുക്കുക. ഒരുപാട് നെയ്യ് ഉണ്ടാവും നമുക്ക് ചിക്കനിൽ, പക്ഷേ അത് മുഴുവൻ എടുക്കേണ്ട, കുറച്ചൊരു ടേസ്റ്റിനായിട്ട് മാത്രം എടുക്കുക. ഒരുപാട് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ മേലെ ഇങ്ങനെ നെയ്യ് പൊങ്ങിക്കെടുക്കും. അത് വേണ്ട, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം എടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ചെയ്യാൻ തുടങ്ങാം. ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. തേങ്ങാപ്പാൽ ചേർക്കുന്ന കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഇതിന് യോജിക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു 1/2 കപ്പും ഒരു അല്പം കൂടി ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത് ഒരു 1/2 കപ്പുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവോളയും ചുവന്നുള്ളിയും ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവോളയുടെയും ചുവന്നുള്ളിയുടെയും ആ കുറച്ചൊന്ന് വെള്ളം വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 3 പച്ചമുളക്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്തണം. ഇതിനിപ്പോൾ നല്ല എരിവുള്ള മുളകാണ്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊക്കെ മാറി സവോളയും നന്നായിട്ട് വഴന്ന് വരണം. സവോളയും ചുവന്നുള്ളിയും നന്നായിട്ട് വഴന്ന് വരണം, എന്നാലാണ് കറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് വരുള്ളൂ. സവോളയും ചുവന്നുള്ളിയും ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും ഒന്ന് വെന്തുടഞ്ഞ് വരണം. സവോള നന്നായിട്ട് വഴന്നിട്ട് വേണം തക്കാളി ചേർക്കാൻ, അല്ലെങ്കിൽ സവോള നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വഴന്ന് കിട്ടില്ല. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് 1 മിനിറ്റ് ചൂടാക്കി എടുക്കണം. ഞാനിപ്പോൾ മുളക് പൊടി എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ്. എൻ്റെ അടുത്തുള്ള മുളക് പൊടിക്ക് കുറച്ച് കളർ കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ള മുളക് പൊടിയുടെ കളറും എരിവൊക്കെ അനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഒന്ന് ഇറങ്ങി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നങ്ങ് 1 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ഒന്ന് ജ്യൂസിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.25 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങയിൽ നിന്ന് എടുത്ത പാലാണ്. ഇത് 1-ാം പാലും 2-ാം പാലും ഞാൻ തിരിച്ചിട്ടില്ല, എല്ലാം കൂടെ ഒന്നിച്ചാണ് പാലെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ടുള്ള പാലാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടങ്ങ് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു അളവിൽ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടുക. അപ്പോൾ അത്രയും തിക്ക് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വരെ അതിൻ്റെ അളവ് കൂട്ടുക. തേങ്ങാപ്പാലിൻ്റെ അളവ് നമ്മൾ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ചേർത്ത് ലൂസാക്കരുത്. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങ് കുറഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരല്പം കൂടെ ചാറൊന്നുകൂടി കുറുകും. ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യരുത്. കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം, എന്നാലാണ് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ഗ്രേവി ആയിട്ട് വരുള്ളൂ. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കണമെന്ന് നിർബന്ധമില്ല, അത് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്കൊരു 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം.
ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടങ്ങ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.